ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് ഈ സെക്ഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയ സാധ്യതകളും രീതികളും ഉരുത്തിരിഞ്ഞു വന്നത്, അതിനെ ഹിസ്റ്റോറിക്കലി നമ്മൾ ട്രേസ് ചെയ്യാൻ പോവുകയാണ്. പ്രാചീന കാലം തൊട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ എന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾ, കമ്മ്യൂണിക്കേഷൻ ലോസ് ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. പക്ഷെ മനുഷ്യൻ നിലനിന്നിരുന്ന കാലം തൊട്ട് തന്നെ മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. കാരണം ആശയവിനിമയം ഇസ് ആൻ ഇനവിറ്റബിൾ തിങ് ഇൻ ഓർഡർ ടു സർവൈവ്. ഓക്കെ, പ്രാചീന കാലഘട്ടത്തില് മനുഷ്യൻ എന്തായിരിക്കാം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഏക ഉപാധി? ഒരു ഉദാഹരണം എടുത്തു നോക്കൂ. നിങ്ങൾ ലാംഗ്വേജ് അറിയാത്തൊരു കൺട്രിയിൽ പോവുകയാണ്. നിങ്ങൾക്ക് അവിടെ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ ആള് തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കണക്കിന് ആ ആളിനോട് എന്തെങ്കിലും സംസാരിക്കുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ആംഗ്യ ഭാഷ ഉപയോഗിക്കാം. ആംഗ്യത്തിലൂടെ എന്തെങ്കിലും കാര്യം കൺവേ ചെയ്യാൻ ശ്രമിക്കാം. ഈ ആംഗ്യ ഭാഷ തന്നെയാണ് പ്രാചീന മനുഷ്യൻ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നത്. ഇത്തരത്തിലുള്ള പല മോഡിൽ നിന്നും മാറിയാണ് ഇന്നത്തെ 21ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിലേക്കും രീതികളിലേക്കും ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എത്തിയത്. ഇതിനു മുമ്പ് പല കാലഘട്ടങ്ങളിൽ പല തലങ്ങളിലൂടെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ കടന്നു പോവുകയുണ്ടായി. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും നമ്മുടെ ആൻസസ്റ്റേഴ്സ്, നമ്മുടെ പ്രാചീന കാലത്തെ മനുഷ്യർ, അല്ലെങ്കിൽ നമ്മുടെ പഴയ തലമുറകളിലെ ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്നുണ്ട്? നമ്മുടെ പൂർവികർ അവർ കടന്നു വന്ന കമ്മ്യൂണിക്കേഷൻ സ്റ്റേജുകളെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം അവന്റെ സോഷ്യോ കൾച്ചറൽ ആക്ടിവിറ്റീസ് എൻഹാൻസ്ഡ് ആയപ്പോൾ, എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കമ്മ്യൂണിക്കേഷനുള്ള നീഡും അതിനുള്ള നെസസിറ്റിയും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവൻ അതിനുവേണ്ടി വേരിയസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ രീതികൾ അവലംബിക്കുകയും അത് പ്രാക്ടിക്കൽ യൂസിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അപ്പോൾ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ 5 സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. 5 സ്റ്റേജുകൾ എന്ന് പറയുന്നത് ദ ഏജ് ഓഫ് സയൻസ്, the age of speech and language, the age of writing, the age of printing, the age of mass communication. The age of science എന്ന് പറയുന്നത് സൈൻസ്, SIGNS, ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സിംബലുകളൊക്കെ യൂസ് ചെയ്തുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഏജ് ഓഫ് സയൻസിൽ അവൻ യൂസ് ചെയ്തത്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ മുദ്രകൾ ഇതൊക്കെ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. അതിനുശേഷമാണ് ദ ഏജ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്. അതായത് പ്രാചീന മനുഷ്യൻ എന്ത് ചെയ്യുകയാണെന്ന് അറിയോ? അയാളുടെ സൗണ്ടിൽ, അയാളുടെ ശബ്ദ വിന്യാസത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ആ ഒരു ശ്രമമാണ് പ്രത്യേക ശബ്ദവിന്യാസങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ തരത്തിലുള്ള ലാംഗ്വേജ് പോലൊരു സിസ്റ്റം രൂപീകരിക്കണമെന്ന് മനുഷ്യന് ഒരു പ്രേരണ ഉളവാക്കുന്നതും പിന്നീട് ലാംഗ്വേജുകളുടെ ആവിർഭാവത്തിന് കാരണമായതും. അത് കഴിഞ്ഞിട്ട് കടന്നു വന്നതാണ് ദ ഏജ് ഓഫ് റൈറ്റിംഗ്, എഴുത്തിന്റെ ഭാഷയിലേക്ക് കടന്നു. കാര്യങ്ങൾ എഴുതി അവതരിപ്പിക്കുക അല്ലെങ്കിൽ എഴുതി റെക്കോർഡിക്കലായിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നൊരു തലത്തിലേക്ക് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ അവിടെ നിന്ന് കണ്ടു. അതിനുശേഷമാണ് ദ ഏജ് ഓഫ് പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്, അച്ചടി എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അത് വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായത്. ദെൻ കംസ് ദ ഏജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഹുജനങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ ഏജ്. അപ്പൊ ഈ 5 ഏജിൽ കൂടെ കടന്നിട്ടാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മോഡിലേക്കും കമ്മ്യൂണിക്കേഷൻ രീതികളിലേക്കും നമ്മുടെ മനുഷ്യൻ എത്തി നിൽക്കുന്നത്. ഈ ആദിമ മനുഷ്യൻ ഞരക്കങ്ങള്, മൂളലുകള്, ചെറിയ ചെറിയ അലർച്ചകള് ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ആദ്യത്തെ കാലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അതിന് തന്നെ പലതരത്തിലുള്ള ശബ്ദവിന്യാസങ്ങൾ പുറപ്പെടുവിക്കും. ആ സൗണ്ട് മോഡുലേഷൻ അല്ലെങ്കിൽ ആ വോയിസ് മോഡുലേഷൻ അനുസരിച്ചിട്ടാണ് കൂടെയുള്ള ആൾക്കാർ അവൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്കാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊരു ലാംഗ്വേജ്, ഒരു കോഡ് പോലെ എന്തെങ്കിലും പദങ്ങൾ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡിങ്സ്, നമ്മൾ ഇന്ന് പറയുന്ന വേർഡിങ്സ്, വാക്കുകൾ, പദങ്ങൾ രൂപീകരിക്കണം എന്ന ഒരു നെസസിറ്റി വരുന്നതും പിന്നീട് അത് വിവിധ ലാംഗ്വേജുകളുടെ ഇതിലോട്ട് മാറുകയും ചെയ്യുന്നത്. മനുഷ്യൻ പഴയ കാലത്ത് നദീതീരങ്ങളിലാണ് താമസം ഉറപ്പിച്ചതെന്നറിയാമല്ലോ. പഴയ ആൻസസ്റ്റേഴ്സ് ഒക്കെ അവിടുത്തെ കൃഷിയും കാര്യങ്ങളുമായിട്ടൊക്കെ സ്ഥിര താമസം തുടങ്ങിയ സമയത്ത് ഓരോ പ്രദേശത്തും നമ്മൾ ഇന്നലെ കണ്ട സ്ലാങ്ങുകൾ കണക്ക് വേർതിരിവുകളുണ്ടല്ലോ, അതുപോലെ ഓരോ പ്രദേശത്തും ലാംഗ്വേജുകൾ ഉണ്ടായി തുടങ്ങി. പിന്നീട് അത് ഗ്ലോബലി ആ ലാംഗ്വേജ് എന്നൊരു സിസ്റ്റം സ്പ്രെഡ് ചെയ്യുകയായിരുന്നു. ഒരു ഭാഷ വേണം. ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ഇത് സംസാരിക്കും, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർ ഈ ഭാഷയാണ് യൂസ് ചെയ്യുക എന്ന തരത്തിൽ ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് എന്നൊരു കോൺസെപ്റ്റ് അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഭാഷ, ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്പ്രെഡ് ചെയ്യുകയായിരുന്നു. വേറെ കാര്യം നിങ്ങൾക്കറിയാമോ? ഇതിനു മുൻപ് പ്രാചീന മനുഷ്യൻ ഗുഹയിലാണ് അധിവസിച്ചിരുന്നത്. ഗുഹാചിത്രങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഇടയ്ക്കൽ കേവ്സ്, വയനാട്ടിലൊക്കെയുള്ള ഗുഹാചിത്രങ്ങൾ, ഗുഹാശില്പങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും.
അതിന്റെയൊക്കെ അർത്ഥം എന്തായിരുന്നു? കാരണം ഈ പ്രാചീന ഗുഹാവാസികളായ നമ്മുടെ ആൻസസ്റ്റേഴ്സ്, പൂർവികര്, അവരെന്ത് ചെയ്യണമെന്ന് അറിയോ? അവര് ഗുഹാചിത്രങ്ങൾ, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റിയുള്ള സവിശേഷതകൾ, അവരുടെ ലൈഫ് കണ്ടീഷൻ, ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെയുള്ള നമ്മളിപ്പോൾ ഡയറി എഴുതത്തില്ലേ, അതുപോലെ അവർ വസിച്ചിരുന്ന ഗുഹകളിൽ കൊത്തിവെക്കുകയായിരുന്നു, എഴുതി കോറിയിടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ ഈ പൂർവികര് അവരുടെ ആംഗ്യ ഭാഷ, ശരീര വിക്ഷേപങ്ങളും ചലനങ്ങളും കൊണ്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. ചിലര് പ്രാചീനകാല മനുഷ്യരെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ഇടിക്കുന്ന കണക്കുള്ള അതൊക്കെ അവർക്കിടയിൽ അവർക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിംബലുകളും ആക്ടുകളും ഒക്കെയാണ്. അതിനവരെല്ലാം ഓരോ പ്രത്യേക അർത്ഥങ്ങൾ, മീനിങ്, അർത്ഥതലങ്ങൾ അവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവർക്ക് കൺവേയബിൾ ആണ്, അവർക്കത് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അപ്പൊ ആ ഒരു സിസ്റ്റമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. പിന്നീട് ഇവർ എഴുത്തൊക്കെ തുടങ്ങി. എഴുതുന്നത് പണ്ട് നൈൽ നദിയുടെ തീരത്ത് വളർന്നുന്ന പാർപ്രസ് എന്നൊരു ചെടിയുണ്ട്. ആ ചെടിയുടെ ഇലയിലാണ് എഴുതി തുടങ്ങിയത്. അതിനുശേഷം അതിനു മുമ്പ് അവർ എഴുതിയിരുന്നത് എന്നറിയോ? ഈ മൃഗത്തോലുകളിലൊക്കെ ഉരിച്ചെടുത്തിട്ട് അത് പേപ്പർ പോലെ, ഇന്നത്തെ നമ്മൾ പേപ്പറിന് പകരം മൃഗത്തോലുകൾ അല്ലെങ്കിൽ മരത്തോലുകൾ, അവിടെയൊക്കെ അവർ എഴുതുമായിരുന്നു. എന്തെങ്കിലും മൂർച്ചയേറിയ കല്ലോ കമ്പോ ഒക്കെ വെച്ച് കോറിയിടുകയായിരുന്നു ചെയ്തത് അവർക്ക് എഴുതാനുള്ള കാര്യങ്ങൾ. ഈ ആദിമ മനുഷ്യന്റെ ഗുഹാചിത്രങ്ങളും ഗുഹാശില്പങ്ങളും ഒക്കെ ഇപ്പൊ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണും, ഈ ഗുഹാചിത്രങ്ങളിൽ തുടർച്ചയായ ചിത്രങ്ങളിലൂടെ അവരെന്തെങ്കിലും ഒരു ഇൻസിഡന്റിനെയോ അല്ലെങ്കിൽ ഒരു ഇവന്റിനെയോ റെപ്രസെന്റ് ചെയ്യുന്നത് തുടർച്ചയായ, നമ്മളിങ്ങനെ കാർട്ടൂണിൽ കഥകൾ ഇങ്ങനെ ബ്ലോക്കിൽ ഒരു സിറ്റുവേഷൻ, ആദ്യത്തെ ബ്ലോക്ക്, രണ്ടാമത്തെ അങ്ങനെ നമ്മൾ ബാലവേല കാർട്ടൂൺ കാണത്തില്ലേ, പപ്പൂസൊക്കെ ഉള്ള കാർട്ടൂൺ, അതേ കണക്ക് സംഭവങ്ങൾ, സംഭവ വികാസ ഗതികൾ ഇങ്ങനെ വരച്ച് യോജിപ്പിക്കുന്നത്. അതിനാണ് പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് മെൻഷൻ ചെയ്ത കേവ് ഡ്രോയിങ്സ് ഉണ്ടല്ലോ, ഗുഹാചിത്രങ്ങൾ, അവയെ കോമൺ ആയിട്ട് വിളിക്കുന്നത് പെട്രോഗ്ലിപ്സ് എന്നാണ്. അങ്ങനെ ഈ ചിത്രങ്ങളിലൂടെയും ഈ പെയിന്റിങ്ങുകളിലൂടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ വന്ന് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൽഫബറ്റുകൾ ഉണ്ടായി, അക്ഷരങ്ങൾ ഉണ്ടായി തുടങ്ങി. അക്ഷരങ്ങളൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഇൻവെൻഷൻസ് ഉണ്ടായി, ഗ്രാമർ, വ്യാകരണം തുടങ്ങി. അങ്ങനെ ഭാഷ അങ്ങ് രൂപപ്പെട്ടു. അങ്ങനെ രൂപപ്പെട്ട ഭാഷയിൽ അവർ എഴുതാൻ തുടങ്ങി. എവിടെയാണ്? ഈ പാർപ്രസ് ചെടിയുടെ ഇലകളിലും മൃഗത്തോലുകളിലും മരത്തോലുകളിലും ഒക്കെ അവരിങ്ങനെ എഴുതി തുടങ്ങി. പിന്നീട് കാലങ്ങളും നൂറ്റാണ്ടുകളും കടന്നു പോയപ്പോഴത്തേക്കും വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ മതപ്രചരണത്തിന് വേണ്ടി റിലീജിയസ് ആയിട്ടുള്ള റിലീജിയസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് വൻതോതിൽ ഈ ലാംഗ്വേജ് വെച്ച് എഴുതുന്ന കോണ്ടന്റുകൾ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോഴത്തേക്കും ബുക്കുകളൊക്കെ തുടങ്ങാൻ തുടങ്ങി. ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടു. പബ്ലിഷിംഗ് എന്ന പ്രോസസ്സ്, പബ്ലിഷിംഗ് എന്ന വേർഡ് യൂസ് ചെയ്തതെന്ന് വെച്ച് അത്രയും ഇലാബറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഒന്നുമില്ലായിരുന്നു പുസ്തകങ്ങൾ. അന്ന് ലഭ്യമായ മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ലിപിയൊക്കെ ഉപയോഗിച്ച് പുസ്തകങ്ങൾ നിർമ്മിച്ച് പ്രചാരണം നടത്താൻ തുടങ്ങി എന്നാണ് ഉദ്ദേശിച്ചത്. AD 868 ചൈനയിൽ ഒരു റിവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ബ്ലോക്ക് പ്രിന്റിംഗ് എന്ന് കേട്ടിട്ടുള്ളൂ. നമ്മൾ ഈ ടൈപ്പ് റൈറ്റർ നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ചെറിയ ബ്രിക്കുകൾ, കട്ടകളാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ലെറ്റർ ഇംപ്രിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ ഭീമാകാരമായ ബ്ലോക്കുകൾ യൂസ് ചെയ്തിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ പുസ്തകങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ബ്ലോക്ക് പ്രിന്റിംഗ് വെച്ച് ചൈനയിൽ ആദ്യമായിട്ട് AD 868 ഫസ്റ്റ് ബ്ലോക്ക് പ്രിന്റഡ് ബുക്ക് പുറത്തു വന്നു. ഹിരാക സൂത്ര അഥവാ ഡയമണ്ട് സൂത്ര എന്നായിരുന്നു ആ ബുക്കിന്റെ പേര്. അതേ സെയിം ടൈമിൽ തന്നെയാണ് ഈ പേപ്പർ, ഈ പാപ്രസ് ചെടിയുടെ ആ പേപ്പറസ് എന്ന ആ ചെടിയുടെ പ്ലാന്റിന്റെ നെയിമിൽ നിന്ന് തന്നെയാണ് ഈ പേപ്പർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ഡിറൈവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ പേപ്പറസ് ചെടിയുടെ ഇലയിൽ നിന്ന് സിറപ്പെടുത്ത് പേപ്പർ പോലൊരു സർഫസ് ഉണ്ടാക്കുന്ന വിദ്യ അറബികളാണ്, അറേബ്യൻ കൾച്ചറിലുള്ളവർ കണ്ടുപിടിക്കുകയും അതവര് ഈ ലോകം മൊത്തം പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ പേപ്പറായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തു. പ്രിന്റിംഗ് പ്രസ് കൂടെ വന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ മൊത്തത്തിലൊന്ന് മീനിങ്, ഇന്ന് കാണുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന ലെവലിലേക്കുള്ള കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു യാത്ര, ആ ഒരു കുതിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രാചീന കാലഘട്ടത്തിൽ തൊട്ട് പേപ്പർ അല്ലെങ്കിൽ പ്രിന്റിംഗ് പ്രസിന്റെ വരവ് വരെയുള്ള ടൈമിലേക്കുള്ള ആ ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് വായിക്കുക. എന്നിട്ട് ഈ ലെക്ചർ നോട്ടിൽ നിന്ന് ആവശ്യമുള്ള പോയിന്റുകൾ കുറച്ചെടുക്കുക. പിന്നീട് ഈ കാര്യങ്ങൾ സ്വന്തം ഭാഷയിൽ, സ്വന്തം ലാംഗ്വേജിൽ എഴുതി അവതരിപ്പിക്കാൻ പാകത്തിൽ ഒന്ന് പ്രിപ്പയർ ആവുക. ഓക്കെ.